ബിലാൽ ജോൺ കുരിശിങ്ങലിന്റെ വീട്. അയ്യോ ഇങ്ങനെയാണ് പറയാൻ. ആര് കോസ്റ്റ്യൂമായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കൊച്ചിൻ്റെ മെയിൻ അട്രാക്ഷൻ സംഭവമാണ്. അതിൻ്റെ റിയൽ പോസ്റ്റേഴ്സ് കൂടുതൽ നമ്മൾ കാണുന്ന സംഭവം. ഈ ഒരു പിക്ചറിനൊക്കെ ഒരു ക്വാളിറ്റിയാണ് ഉള്ളത് പറഞ്ഞത്. ഐ തിങ്ക് ദിസ് ഈസ് ഓൾ ടൈപ്പ് ഓഫ് ടൈപ്പ് റീഡർ. ഓട്ടോ ടൈപ്പിംഗ് ആണ്. അതിൻ്റെ റിയൽ പോസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന സംഭവമാണ്. അതാണ് നെക്സ്റ്റ് കാണിച്ചു തരുന്നത്. ഇലക്ട്രോണിക്കലി സിൻക്രണൈസ് ചെയ്തിട്ടുള്ള ഓരോ ബീറ്റ്സും ഡ്രമ്മിനായിക്കോട്ടെ, ഡ്രമ്മിൻ്റെ അല്ലെങ്കിൽ ആ ഗിറ്റാറിൻ്റെ ഒക്കെ കറക്റ്റ് ആ ഒരു വോക്കൽ കറക്റ്റ് തരുന്നത്. ജമീൻകാരെ മൈൻഡാക്കാണ്ട് പോവുകയാണ്. അങ്ങനെ ലോകത്ത് മനസ്സിനെത്ര നടക്കാന്ന് പറഞ്ഞാൽ വലിയ സുഖമുള്ള പാടുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് കാണിച്ചൊന്നുമില്ലല്ലേ. സോ ആർട്സിന് ഓരോ മീനിങ് ഉണ്ട്. ചിലവരൊക്കെ ഓരോന്ന് നോട്ട്സൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. ഓരോ ആർട്സ് നോക്കിയിട്ട് ഓരോ നോട്ട്സൊക്കെ ചെയ്തിട്ടാണ് ചിലവർ പോകുന്നത്. കൺവഴിയുന്നൊരു കണ്ടന്റ് ഉണ്ട്. ഞാൻ ഓരോന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ബോറടിയായിരിക്കും. ബട്ട് ഞാൻ ലൈക്ക് ഒരു കട്ടായിട്ട് കാണിച്ചു തരാം. ഈ പിക്ചർ ഞങ്ങളിലേക്കും നന്നായിട്ട് ക്ലോസ്ലി ലുക്ക് ചെയ്തോളി. കാരണം ലിറ്ററലി ഡെപ്ത് ഓഫ് ഫീലിങ്സ് ഉണ്ട് ഇതിൽ. ഹസ്ലേഴ്സ് ഓഫ് ദി വേൾഡ്, ദർ ഈസ് വൺ മാർക്ക് യു കനോട്ട് ബീറ്റ് ദി മാർക്ക് ഇൻസൈഡ്. അതൊരു ജെനറ്റിക്സ് ഉള്ള സംഭവമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെപ്തിൽ മീനിങ് ഉണ്ട് ഇതിന്. പെപ്പർ ഹൗസ് കവർ ചെയ്തു. പെപ്പർ ഹൗസിൽ മെയിൻലി നമുക്കൊരു കൺവേ ചെയ്യുന്നത് എന്താ വെച്ചാൽ വെറൈറ്റി ടൈപ്പ് ഓഫ് ആർട്സ് ഉണ്ട്. ചിലതിൽ നല്ല മീനിങ്സ് ഉണ്ട്, ചിലത് എന്തോ മാതിരി വരച്ച മാതിരിയൊക്കെ തോന്നുന്നുണ്ട്. മീനിങ് ഇല്ലാണ്ട് ഒന്നും ചെയ്ത് വെക്കൂലല്ലോ. മീനിങ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഒരു അതിവിടെ അങ്ങനെ ആർട്ടിസ്റ്റിക്കലി ചെയ്യുന്നത്. അപ്പം ഞാൻ ചില ആൾക്കാരോട് മാത്രം ചിലത് ചോദിച്ചു. അവർ പറഞ്ഞു ഇതിൻ്റെ മീനിങ് ഇങ്ങനെയാണ്. ചിലതൊന്നും വീഡിയോ ഷൂട്ടിങ് അലൗഡിങ് അല്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു പവർ പോകണ്ടെന്ന് ചോദിച്ചിട്ടായിരിക്കും അങ്ങനെ അടുത്ത സ്പോട്ടിലേക്ക് പോകും. അവിടെ വെച്ചിട്ട് അടുത്ത് കാണാം. ആക്ച്വലി വർക്കാണ്. ഗൈസ് ഇവിടെ കുറേ ആടുകളുണ്ട്. നമ്മൾ മറ്റേ തമിഴ്നാട്ടിൽ നമ്മൾ അവിടെ ഇവിടെയും പശുക്കൾ ഓടുന്ന ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിച്ചത് അതല്ല. നമ്മൾ ഊട്ടിയിലേക്ക് പോകുമ്പോൾ അവിടെ ഇവിടെ കുറെ പശു ഉണ്ടാവില്ലേ, അപ്പൊ നമ്മളെ നാട്ടിലുണ്ടാവും. അതേമാതിരി അത് റോട്ടിൽ കാണുന്ന മാതിരിയാ പറഞ്ഞേ. റോട്ടിൽ പശു അങ്ങനെ ഇങ്ങനെ കാണല്ലേ. ഓ നിങ്ങളെ നാടേതാ? ഏവരെ നാട്ടിൽ നമ്മളെ നാട്ടിൽ അങ്ങനെ ഉണ്ടാവില്ല. നമ്മളെ കുട്ടനാട്ടിലൊക്കെ ഉണ്ടാവുള്ളൂ. അതേമാതിരി ഇതാ അവിടെ കുറച്ച് തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. ഇവിടുത്തെ തിരക്കാണ് ഭയങ്കര തിരക്കാണ്. ജനങ്ങളുടെ ബിനാലെ, ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ബിനാലെ ഫോർ ദി ടൈം ബേബി 6th edition of Kochi Museum's Biennale curated by Nikhil Chopra with such art spaces. Participating artists Kochi Museum's Biennale 2025-26. കുറേ പേരുകളുണ്ട്, നിരത്തി കുറേ പേരുകളുണ്ട്. നിങ്ങൾക്കെല്ലാം വായിച്ചു നോക്കുന്നതാണ്. ഞാൻ ക്യാമറ പിടിക്കുന്നത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അപ്പോൾ ശരിയായില്ലെങ്കിൽ കമൻറ്റ് പറയാറുണ്ട്. പക്ഷേ ക്യാമറ പോറാന്ന് മനുഷ്യന്മാർ കോസ്റ്റ്യൂമായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. മനുഷ്യന്മാർ ചെത്തിപ്പൊളി ടീമാണ് കേട്ടോ. മനുഷ്യന്മാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ.
ടോയ്ലറ്റിന് എന്താ കാര്യം? നമ്മൾ അടുത്ത സ്ഥലം പിടിക്കാം. എൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ തന്നെയല്ലോ. ഇത് പൊളിച്ച് രണ്ടാമെന്ന് പറയുന്നത് ഇത് പൊളിച്ച് ഇന്നത്തെ സൗണ്ട് കേൾക്കാൻ എന്താ സാധനം കുറച്ച് ഈച്ചൊക്കെ പോയിട്ടുണ്ടല്ലോ. അയ്യോ, ഒരു റിയലിസ്റ്റിക് കിട്ടാൻ വേണ്ടിയിട്ട് ഈച്ച പൊതിയെന്താ വെച്ചണല്ലോ. ഇരിക്കുന്നുട്ടോ to get just a glimpse of you. I have been everywhere. ണല്ലോ ബാക്കിയുള്ളവരുടെ ഏറെക്കുറെ കുറച്ചൊക്കെ സ്ഥലമൊക്കെ അത്യാവശ്യ സ്ഥലമൊക്കെ കവർ ചെയ്ത്. ഞാനും കുറേ സ്ഥലം കവർ ചെയ്യാൻ ബാക്കിയുണ്ട്. നമ്മളിപ്പോൾ ഇതാ നിൽക്കുമ്പോൾ കിടിലം വ്യൂ ആണ്. സ്മാഷി വ്യൂ. പിന്നെതാ ഇപ്പോൾ അതാ വേറൊരു ആട്ടുണ്ട്. ഈ ആട്ടിൻ്റെ മുന്നിലൂടെ പോവാ. ആട്ടല്ലല്ലോ പറയുമ്പോൾ ചായ അടിക്കുന്ന സ്ഥലമാണ്. അയ്യോ, എങ്ങനെയുണ്ട്? രസമുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? ബിനാലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? കുറേ സ്ഥലം പോയല്ലേ, എന്നാലും പേഴ്സണലി ഇഷ്ടപ്പെട്ട സ്ഥലം ഒന്നും പറയില്ല. എന്നാ പറയാനേ എനിക്ക് ലൈക്കായ സ്ഥലം ഏതാ? എനിക്ക് കുറച്ചുപാടി ഒരു പെപ്പർ ഹൗസ്. ആ സത്യം, ഗോൾഡ് ആ നടക്കുന്ന സ്ഥലം. മറ്റേത് കണ്ടില്ല ഗിറ്റാറിന്റെ ഒക്കെ ഓട്ടോമാറ്റിക് അടിപൊളി. അതേമാതിരി കുറെ ആർട്ട് വർക്ക്സ് ഉണ്ടായിരുന്നു അതില് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളത്. കുറെ കാര്യങ്ങൾ അതിൽ വിശദീകരിച്ച് കാണിക്കുന്നുണ്ട്. കണ്ടപ്പോ രസമായിട്ട് തോന്നി. ഇങ്ങനെ വേണം പറയാന്. Basically, I didn't understand anything. Only a little bit of. I think that's a relatable thing for you, right? Okay. I little bit relatable for you too. So I'm just thinking, what is this? What are they trying to say to us? Like, what are they trying to say? Yeah. Also don't know. Yeah, I know. Hi guys, കൊച്ചിന്റെ മെയിൻ അട്രാക്ഷൻ ഈ സംഭവമാണ് അല്ലേ? ഇതിന്റെ പേരെന്താണെന്ന് അറിയണത് കമന്റ് ചെയ്യാം. ഞാനിത് യൂട്യൂബിൽ ഇടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇത് വെറും ഒരു ഫിൽട്ടർ അല്ല, സൺസെറ്റ്. അപ്പൊ ഇത് കാണുമ്പോ ഒരു പാട്ടാടെ തോന്നി. ബാക്കി എനിക്കറിയില്ല. ഒരിടത്ത് ക്രിക്കറ്റും ഒരിടത്ത് ഫുട്ബോളും. പാസ് ഗൈസ്, നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ലില്ലി സ്ട്രീറ്റിലാണ്. ലില്ലി സ്ട്രീറ്റ്.
ഡയലോഗില്ല ഓറ കയറി ചേണ് നമ്മുടെ നമ്മുടെ ബിലാലിന്റെ വീട്. ഓ ആ വാതില് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മ്യൂസിയം ആയിട്ട് ആയിരിക്കും. വാസ്കോ ഹോം സ്റ്റേ ആള് കയറണേ കയറാൻ കഴിയും. എന്തുകൊണ്ട് ന്യൂസ് കിട്ടിയെന്ന് കേട്ടോ അറിയില്ല. നെസ്ലിൻ്റെ ഷൂട്ടിങ് ഇന്നലെ കഴിഞ്ഞ്, ഇന്ന് നെസ്ലിനില്ല, ഇന്ന് വേറെ ഷൂട്ടിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് നമുക്ക് ആ സ്ഥലത്ത് പോകാൻ പറ്റിയാൽ അമൽ നീരദിനെ കാണാം. അത് ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. കണ്ടൻറ്റോട് കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ബ്ലോഗിലൊന്ന് മൊത്തം കണ്ടൻറ്റാണ് പൊളിക്കും. വിഷ്ണുവിനെ വിളിക്കുക ഇപ്പോൾ നിൽക്കുന്നതാണ് അമൽ നീരദ്. സവാട്ടിക്ക സവാട്ടിക്ക മസാജ് മസാജ്. ഷോട്ട് കിട്ടി. അച്ഛൻ ഈ കുട്ടീനോട് സംസാരിച്ചിരുന്നു ഇങ്ങനെ എൻജോയ് ചെയ്യാം. മോൾക്ക് ഇങ്ങനെ മോൾക്ക് മെസ്സേജ് അയച്ചെത്തിരിക്കാടാ അവന്. നമ്മളെ ക്യാമറമാൻ്റെ കണ്ണുകളിലൂടെ കാണണം. ടോബി ടോബി സ്റ്റേ ടോബി സ്റ്റേ. മമ്മൂട്ടി ഫാമിലി കൊച്ചി. എന്ത് മൂടി ഈ സ്റ്റോപ്പിൻ്റെ അവിടെ ഒരു വാറിട്ടാണ്. കണ്ടന്റ് ഫുൾ കണ്ടന്റ് ആയിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ഫ്രെയിമിൽ നടുക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നു. പിന്നെ വ്ളോഗ് എടുത്ത് വെറുപ്പിക്കുന്ന ബിഹൈൻഡ് ദി സീൻസ് റൊമേഷും ഉണ്ട്. പിന്നിപ്പോൾ എന്താ അതൊക്കെ തന്നെ. ഗൈസ് ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ നമ്മൾ നടന്ന് തുടങ്ങിയിരിക്കുന്നു. കൊച്ചിയെ കണ്ട് കുറേ ലൈക്ക് കൊച്ചിയുടെ കോടൊക്കെ മനസ്സിലായി. ഫോർട്ട് കൊച്ചി കണ്ട് നല്ല കിട്ടുന്നൊരു സൺസെറ്റ് കിട്ടി. പിന്നെന്താ ഇപ്പോൾ അമൽ നീരദിനെ കാണാൻ പറ്റി. ഒരു സൈജൻ ലൈക്ക് ആക്ട്രസിന് ആ ഷൂട്ടിങ് അതൊക്കെ എന്നൊരു ക്രേസ് തന്നെയുള്ളൂ. പിന്നെ അതൊരു വെറുതെയാണ്. പിന്നെ കുറേ നടന്മാർ അവരൊരു ഏരിയ മാതിരിയാണ് അവരിവിടെ നിൽക്കുന്നത്. ലൈക്ക് അത് ഇവരുടെ ഏരിയ വരെ ഫ്രീ സ്പേസാണ്. നമ്മളതിനിടെ കയറി ഫോട്ടോ ഇതെന്നൊക്കെ പറഞ്ഞ് വെറുക്കാൻ പറഞ്ഞ വേല. നമ്മളെ ഒരു ഇൻഡിപെൻഡൻസിയിൽ നടക്കുക, ചില്ല് ചെയ്യുക. ഞാനിപ്പോൾ ബ്ലോഗ് എടുക്കുന്നു, ഹാപ്പിയാണ് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതാ നമ്മൾ വാട്ടർ മെട്രോ എത്തിയിട്ടുണ്ട്. വാട്ടർ മെട്രോ ഒന്ന് കയറി മെയിൻ സ്റ്റേഷനിലെത്തി അവിടുന്ന് വീട് പിടിക്കാനുള്ള പ്ലാനാണ്. കിട്ടില്ല തിരക്കാണ് കൈസ്. ഇതിലൊക്കെ ഇതന്നെ ഡ്യൂട്ടി. പിന്നെ ഇലക്ഷൻ ഡ്യൂട്ടിയാണ്. ഇലക്ഷൻ വരുമ്പോഴാണ് ഇലക്ഷൻ്റെ വെറൈറ്റി ഡ്യൂട്ടികൾ വരിക. ഗൈസ് ഒരു ബാഡ് കൂടി ഗൈസ്. ഞാനിപ്പോൾ നിൽക്കണ മെട്രോയിലാണ്. ശരിക്കും 8:25 നമുക്ക് ഇവിടുന്ന് മെയിൻ ജംഗ്ഷനിൽ ട്രെയിനുള്ളത്. നമ്മൾ ട്രെയിന് എത്തുന്നതിൻ്റെ 8:27 ഒരു 2 മിനിറ്റ് ലാഗിൽ നടത്തിയപ്പോഴത്തേനും ട്രെയിൻസായി. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഓടി. ഉള്ളത് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോക്കാരനോട് ഫാസ്റ്റാക്കി നടപ്പോൾ അയാൾ ആമ ചെയ്യണ മാതിരി ഏല ഞാൻ ഏടായിപ്പോയി. നമ്മൾ ഓടി അവിടെ എത്തിയപ്പോൾ ഉണ്ട് ട്രെയിനിൻ്റെ ബാക്ക് സൈഡ് മാത്രമേ കാണുന്നത്. മൊത്തത്തിൽ ബാഡായിപ്പോയി. പിന്നെ കുഴപ്പമില്ല. പിന്നെ ലാസ്റ്റ് ഇനിയൊരു 11:30ക്കാണ് ട്രെയിനുള്ളത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് പോവുക എന്നുള്ളൊരു പ്ലാനിലാണ്. ഇനി എന്തായാലും കുറേ ടൈമുണ്ട്. ആദ്യം നമ്മളൊരു 2 മിനിറ്റിനായിട്ട് ഓടി. ഇപ്പോൾ 1-2 മണിക്കൂർ ഫ്രീയാ. എത്ര ആഴ്ച നിൽക്കാം പോയേക്കാം. ഉള്ളത് നമ്മൾ ഏകദേശം ഒരു ജേലൻ സൈഡിൽ ഫുഡ് കോർട്ട് ഏരിയയിലാണ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഒരു പൊറാട്ടയും പിന്നെ എന്തൊരു സംഭവം കഴിച്ചിരിക്കണ്. പക്ഷേ ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വിശപ്പും ഉണ്ടേനി.
പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഇപ്പോഴാണ് നമ്മളെ നാട് കോഴിക്കോടൊക്കെ മിസ് ചെയ്യുന്നത്. ഫുഡിന് ശരിക്കും കാലിക്കറ്റ് തന്നെ അടിപൊളി. എല്ലാവരും നമ്മളിപ്പം ഇപ്പോഴും അതാ ഡിസ്കസ് ചെയ്യണം. കാരണം പൈസയും കൂടുതലാണ്, പക്ഷെ മനസ്സും വയറൊന്നും അറിയില്ല. ലൈക്ക് ഒരു നെഗായിട്ട് പറയാതല്ല, എന്നാലും നെഗാണ്. കാരണം കൊച്ചിയിലൊക്കെ ഡിമാൻഡ് കൂടുതലായിട്ട് നല്ല രീതിയിലുള്ള സപ്ലൈ കൊണ്ടുവരാനുള്ള സ്കോപ്പ് ഇപ്പോഴും ഉണ്ട്. നല്ലൊരു ഒത്തൻറ്റിക് ഫുഡൊന്നും ഇവിടെ വന്നിട്ടില്ല. ലൈക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കിട്ടും. നമുക്കവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയൊക്കെ നല്ല ഭക്ഷണം കിട്ടും. ഇവിടെ നമ്മൾ കഴിച്ച ഭക്ഷണം ഇപ്പം തന്നെ നമ്മൾ അവിടെ വെള്ളം ചോദിച്ചപ്പോൾ ഒക്കെ തന്നെ ഫിൽറ്റർ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ ഓരോ ഇഷ്യൂസൊക്കെ പറഞ്ഞ് വെള്ളം കുടിക്കാണ്ട് അപ്പാടുന്ന് പോകുന്നു. അപ്പോൾ കുഴപ്പമില്ല. ലൈക്ക് ഒരു ചെറിയൊരു പൊറോട്ട, ലൈക്ക് ഒരു എഗ്ഗുള്ള സംതിങ്, ലൈക്ക് ഒരു റോഡ് പോലത്തുള്ള സംഭവം കഴിച്ച് രസമുണ്ട്. പക്ഷെ എന്നാലൊരു സുഖമായില്ല. ജലൻ സ്റ്റേഡിയത്തിന് മെട്രോയിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഒരുത്തന്നെ ഇവിടെ ഉണ്ട്, ഒരുത്തൻ ബേക്കറി ഒന്ന് പോകാൻ കളിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ വ്ളോഗ് എടുത്തിട്ട് എന്നെ കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ ഫ്ലാഷ് വാങ്ങാൻ മറന്നുപോയി. ഇനി ഒന്നുകൂടി പറയാനും കഴിയില്ല. അപ്പം ഇതൊക്കെ സംഭവം. നമ്മളെന്തായാലും ഇനി 11:30 വരെ ലൈക്ക് ഇവിടെ ഇങ്ങനെ നിന്ന് ലൈക്കൊന്ന് ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് എല്ലാം പോകും. എനിക്കിപ്പം ഈ കൊച്ചിയൊക്കെ കയറി മെട്രോയിലൊക്കെ കയറി എനിക്കിപ്പോൾ പാടാൻ തോന്നുന്നൊരു പാട്ടുണ്ട്. സ്വപ്നമൊരു ചാക്ക് അതയിരതി താങ്ങിയൊരു പോക്ക്, ഉദയവനരിണ്ട് വിളി കേട്ട് ഇവനു വഴി താറ്റ്. സ്വപ്നമൊരു ചാക്ക് അതയിറക്കി താങ്ങിയൊരു പോക്ക്, ഉദയവനരിന്നു വിളി കേട്ട് ഇവനു വഴി താറ്റ്. ഇവനില്ലേ അവകാശം. കാരണം ഇവിടെ സംഭവം എന്താ വെച്ചാൽ നമുക്ക് കുറേ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റിയൊരു ആർട്ടിസ്റ്റിക്കൽ ഏരിയ ഞാനങ്ങനെ മനസ്സിലാക്കുന്നു. കൊച്ചി പറയുമ്പോൾ ഞാനിപ്പോൾ ഈ ബ്ലോഗ് എടുക്കണമായിക്കോട്ടെ, അധികം ആൾക്കാർ, ഞാനിപ്പോൾ ഇത് കോഴിക്കോടൊക്കെയാണ് എടുക്കണമെങ്കിൽ ഇവിടെ ഒരു 10 ആൾ നോക്കിയാണെങ്കിൽ അവിടെ ഒരു 50 ആൾക്കാർ നോക്കിയിട്ടു. കാരണം ആ ഫ്രീഡം ഒന്നുണ്ട്. പിന്നെ ആസ് എ സിംഗർ, ആസ്പയറിങ് സിംഗർ പറ്റിയ രീതിക്കുള്ള എല്ലാ സ്കോപ്പുകളും ഉണ്ട് ഇവിടെ. പക്ഷേ ഇവിടേക്ക് കുറച്ച് കാലങ്ങളിൽ നിന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു കുട്ടാപ്പ് സംഭവം. മൂപ്പര വിളിയാണ്, മൂപ്പര വിസിൽ കേൾക്കുമ്പം അങ്ങ് നമ്മൾ ഇതാവും. വിസിലാണ് വിസിൽ, വിസിലോട് വിസിൽ, ഇല്ലാത്തൊരു വിസിൽ. ഫർഹാൻ്റെ ഒരു നടത്തം അയ്യോ അത് പോയല്ലോ. അത് പോയിക്കാൻ അത് വരെ ഓക്കെ ചെയ്യണം. പെട്ടെന്ന് അങ്ങോട്ട് ട്രൈപോഡ് കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ ഒരു ഉപകാരം വേണ്ടി. അതുകൊണ്ടല്ല ഈ പോയപ്പോൾ എനിക്കൊരു ബാഡ്. നിങ്ങളെന്തെങ്കിലും വർത്താനം പറയും. ഒരു സെക്കൻഡ് പോയപ്പോൾ സെക്കൻഡ് അവസാനത്തെ മെട്രോ ട്രെയിനാണ് നമ്മൾ കയറാൻ പോകുന്നത്. ദിസ് ഈസ് ദി ലാസ്റ്റ് മെട്രോ ട്രെയിൻ ദാറ്റ് വി ആർ ഗോയിങ് ടു കേരള. സോ അതുകൊണ്ട് തന്നെ ചേട്ടാ എന്ത് തിരക്കാണ്, ഞാൻ പിന്നെ വിളിക്കാം, പിന്നെ വീഡിയോ എടുക്കാം. വിട്ട് പിടിച്ചൊരു പെണ്ണാളെ വിളിക്കുന്ന പിഴകുന്ന തിരികുന്ന തിരി ഒളിപ്പിച്ച കണ്ണാളെ. മംഗലാപുരം വരെ പോകുന്ന മാവേലി എക്സ്പ്രസ് 3:35 മിനിറ്റുകൾക്ക് എറണാകുളം സ്റ്റേഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ കോഴിക്കോട് തിരിച്ചെത്തിയാണ്. ട്രെയിനിൻ്റെ അകത്ത് നിന്ന് വീഡിയോ എടുക്കാനൊരു മൂഡില്ലേ ഉള്ളത് പറഞ്ഞാൽ. കാരണം അത്രക്കും തിരക്കും അത് ഇതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ആക്ച്വലി എന്തോ കാര്യത്തിന് ഒരു 1/2 മണിക്കൂർ കൊണ്ട് സീറ്റ് കിട്ടി. അപ്പോൾ ഞാനും ഇരുന്ന്, എനിക്കങ്ങനെ ഉറക്കം വരില്ല യൂഷ്വലി. പക്ഷെ ഉറങ്ങിക്കണേ ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങണതാണ് നമുക്ക് കൊത്തി തോന്നി. ഇങ്ങനെ ഞാൻ ഉറക്കവരൊക്കെ ഉറങ്ങണം. ഞാൻ പിന്നെ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ കുറച്ചൊക്കെ ഉറങ്ങി. ഇനി വീട്ടിൽ പോയിട്ട് ഉറക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് കോളേജുണ്ട്. കോളേജിൽ നമ്മളെ BA ഇംഗ്ലീഷിൻ്റെ പരിപാടിയാണ്. പോകണം എന്നുണ്ട്. പരിപാടി മിസ്സാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട്
പക്ഷേ പരിപാടി നിർത്തല്ലേനോ പാരിസേ പരിപാടി നിർത്തല്ലേനോ ഓക്കെ ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം. അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ വീട്ടിലെത്തി ഇതിൻ്റെ മുകളിൽ ഈ ഫോണിലൊക്കെ ഇരിക്കുമ്പോൾ ബാക്കി പറയാം. ഓക്കെ ഹായ് ഗായ്സ്, എങ്ങനെയുണ്ട്? ഇനി രസമായി ഇഷ്ടപ്പെട്ടു? എനിക്കറിയില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തോട്ടെ. ആദ്യം പറയാനുള്ള കാര്യം അതാണ്. കാരണം ഞാൻ ഒരിക്കലും ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഞാൻ അങ്ങനെ വ്ളോഗ് എടുത്ത് മെമ്മറി എന്നുള്ള രീതിക്ക് മാത്രം. എനിക്കറിയാം പല തെറ്റുകളുണ്ടെന്ന് അറിയാം. പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് പറയും നല്ല രീതിക്കാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ എന്നുള്ള രീതിയിൽ ഇലക്കും മുകളിൽ കേടില്ലാത്ത രീതി കമൻറ്റ് പറയണേ. കാരണം അപ്പോൾ അതൊക്കെയാണ് വിഷയം. എന്താ വെച്ചാൽ എനിക്ക് ഒരു പണ്ട് ഞാൻ കൊച്ചി ട്രിപ്പ് പോയ സമയത്ത് എനിക്ക് വളരെ ഹാപ്പിയാണ് ഞാൻ. കാരണം മോർ ദാൻ കുറേ പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ അവർ നമ്മളോട് തരുന്ന ഒരു റിസീവ് ഉണ്ട്, ലൈക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ. ഇറ്റ്സ് ലിറ്ററലി ഗ്രേറ്റ്. കാരണം നമ്മളിങ്ങനെ ഒരു കാര്യം വ്ളോഗ് ചെയ്യുകയാണെന്നൊക്കെ പറയുമ്പോൾ ഒന്നാമത് ഓക്കഡ് ഫീൽ ഉണ്ടാവും. കൂടെ നടക്കാനും പല ഫ്രണ്ട്സിനും മടി ഉണ്ടാവും. എൻ്റെ കൂടെ ഉള്ളവർക്ക് തന്നെ എൻ്റെ പേരെ നടക്കാൻ ഭയങ്കര മടിയുണ്ട്. ബട്ട് ഐ നോ ദാറ്റ് ഇത് ഇമ്പ്രൂവ് ചെയ്ത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ഗെയിം എന്ന് മനസ്സിലാക്കി തന്നെ ഞാൻ പോയോണ്ടിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പം വൈദ്യുതി ഞാൻ പറഞ്ഞു നടപ്പിക്കുന്നില്ല. എനിക്ക് റിയലി ഹാപ്പിയാണ് ഈ ഒരു വ്ളോഗ് ചെയ്തതിലും. ഇനി ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള പ്രതീക്ഷയോട് കൂടെ ദിസ് ഇസ് മീ റുമൈസ് മുഹമ്മദ് സൈനിങ് ഓഫ് ഗൈസ്.